ഒരാള് മിസ്സിംഗ് ആണെന്നാണ് ഇപ്പോഴും ഞാനും അറിഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. പാണാവള്ളിയിൽ നിന്നുള്ള ഒരു സുമേഷ് എന്ന് വിളിക്കുന്ന ഒരു കണ്ണനാണ് ഇപ്പൊ മിസ്സിംഗ് ആയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഊർജിതമായിട്ടുള്ള തെരച്ചിൽ നടന്നു വരികയാണ്. സ്കൂബ സെറ്റ് ഉൾപ്പെടെ നമുക്ക് അവിടെ അടിയന്തരമായിട്ട് എത്തിച്ച് അതിന്റെ തിരച്ചിൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായ രീതിയിൽ നടത്തി വരികയാണ്. ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള നാട്ടുകാരും എല്ലാവരും ചേർന്നുകൊണ്ടാണ് തിരച്ചിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്രയും പേരെ നമുക്ക് രക്ഷപ്പെടുത്താനും സാധിച്ചത്. 29 പേരെ നമുക്ക് രക്ഷപ്പെടുത്തി. കുറച്ച് ഒരു 3-4 പേര് ഹോസ്പിറ്റലൈസ്ഡ്. അവർക്കും നിലവിൽ വലിയ പ്രശ്നമില്ല എന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അവരെ പറ്റി അറിയില്ല. ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ അങ്ങനെയാണ് ഇപ്പം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. MLA, ഈ 30 പേർക്ക് കയറാവുന്ന നിലയിലുള്ള ഒരു വെള്ളമാണോ അത്? ഈ അമിതഭാരമാണോ ഈ അപകടം ഉണ്ടാക്കിയത്? അമിതഭാരമായിരിക്കണം അങ്ങനെ ഒരു അപകടം ഉണ്ടാകാനുള്ള കാരണം. പിന്നെ കായല് വേമ്പനാട്ട് കായലാണ്. കായലിന്റെ ഇപ്പൊ 3-4 ദിവസമായിട്ട് തുടർച്ചയായിട്ടുള്ള അതിശക്തമായ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം നല്ല രീതിയിൽ കായലോളം വെള്ളമുണ്ട് എന്ന് പറയുന്ന ഓളം കൂടുതലായിട്ടുണ്ട്. ഒപ്പം തന്നെ കാറ്റും ഇപ്പോ കായലിൽ നല്ല ശക്തമായ രീതിയിലുണ്ട്. അതേതാണ് അതിന്റെ കാരണം എന്നുള്ളത് ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും 30 പേർ കയറുന്ന ഒരു വള്ളത്തിൽ കയറി എന്ന് പറഞ്ഞാൽ അത് എണ്ണമൽപ്പം കൂടുതൽ തന്നെയാണ്. എങ്കിലും കാരണം അതാണ് എന്ന് ഞാൻ പറയുന്നില്ല. അത് കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.